മാന്നാർ കലയുടെ കൊലപാതകത്തിൽ പ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കി പോലീസ്. അതോടൊപ്പം മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കാൻ അന്വേഷണ സംഘം കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്തും. ഇസ്രയേലിലുള്ള ഒന്നാം പ്രതിയായ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനായി ദേശീയ ഏജൻസികളുടെ സഹായം പോലീസ് തേടും. ഇതിനു പുറമെ അനിലിനെ സ്വന്തം നിലയിൽ നാട്ടിലെത്തിക്കാനും നീക്കമുണ്ട്. കോടതി കസ്റ്റഡിയിൽ വിട്ടു നൽകിയ അനിൽകുമാറിന്റെ ബന്ധുക്കളായ ജിനു, സോമരാജൻ, പ്രമോദ് എന്നിവരെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. മൂവരെയും വ്യത്യസ്ത സ്റ്റേഷനുകളിലേക്ക് മാറ്റി വെവ്വേറെയാണ് ചോദ്യം ചെയ്യുന്നത്. ആലപ്പുഴ SP ചൈത്ര തെരേസ ജോണിന്റെ നേതൃത്വത്തിൽ ഇന്നലെ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നു. മൃതദേഹം കുഴിച്ചിട്ടെന്ന് കരുതുന്ന സ്ഥലത്ത് പ്രതികളെ എത്തിച്ച് തെളിവെടുക്കുന്നത് സംബന്ധിച്ച് അന്വേഷണ സംഘം തീരുമാനത്തിലെത്തിയിട്ടില്ല. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ ഫോറൻസിക് പരിശോധനാ ഫലം കേസിൽ ഏറെ നിർണായകമാണ്. ഇതും ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. മൃതദേഹാവശിഷ്ടം പൂർണ്ണമായി കണ്ടെത്താനുള്ള ശ്രമവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഒന്നാം പ്രതി അനിൽകുമാറിനെ ചോദ്യം ചെയ്യാതെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. അനിൽകുമാർ ഒറ്റയ്ക്ക് മൃതദേഹം ആദ്യം മറവു ചെയ്ത സ്ഥലത്തു നിന്ന് മാറ്റിയോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അതിനാൽ അനിൽകുമാറിന്റെ വീടിന്റെ പരിസരത്ത് ഭൂമിക്കടിയിൽ മറ്റേതെങ്കിലും നിർമ്മാണങ്ങൾ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കും. നാട്ടുകാരുടെ മൊഴിയെടുക്കാനും ആരംഭിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, ആലപ്പുഴ.